ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു 100 ചോദ്യങ്ങൾ ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണുന്ന സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ കൃത്രിമോപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് 1ഉം റിസോസാറ്റ് 1ഉം. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രമെന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള അന്തരിച്ച വർഷം 2003. കൽപ്പന ചൗളയുടെ ജന്മദേശം കർണാൽ ജില്ലയാണ്. ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൗള ജനിച്ചത്. ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ്. എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്? 322 ദിവസം. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമാണ് ആര്യഭട്ട. ലോകത്തിലെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡ്യൂസാറ്റ്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരു. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചതെന്ന്? 2004 സെപ്റ്റംബർ 20. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തുമ്പയിൽ. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ഇന്ത്യയുടെ ക്യാപ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യപേടകം മാസ് ഓർബിറ്റർ മിഷൻ MOM. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5. മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് PSLV-C25. മംഗൾയാൻ്റെ ഭാരം 1337 കിലോഗ്രാം. ഒന്നും കൂടി ഓർക്കുക, പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നു. മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് PSLV-C25 ആണ്. ഓക്കെ. മംഗൾയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്ന്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. മംഗൾയാൻ വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. മംഗൾയാൻ പ്രോഗ്രാം ഡയറക്ടറായിരുന്നു ഡോക്ടർ M. അണ്ണാദുരൈ. ഫസ്റ്റ് മാൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് H.G. വെൽസ്. ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ സിയോൾസ്കി. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിസൈൽ മാൻ. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജഹാംഗീർ ബാബ. കൽപ്പന 1 എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേര് മെഡ്സാറ്റ് 1. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ജോൺ ഗ്ലെൻ ആണ്, 77 വയസ്സിൽ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് അലൻ ഷെപ്പേർഡ്. അദ്ദേഹം 47 വയസ്സിൽ. അപ്പം പ്രായം കൂടിയ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ജോൺ ഗ്ലെന്നും, അദ്ദേഹം 77 വയസ്സിലും. അതുപോലെ തന്നെ പ്രായം കുറഞ്ഞ മനുഷ്യൻ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്നത് അലൻ ഷെപ്പേർഡുമാണ്. അദ്ദേഹത്തിൻ്റെ വയസ്സ് 47. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്, 36 വയസ്സ്. ഭൂമിക്ക് ചുറ്റും 80 ദിവസങ്ങൾ എന്ന കൃതി രചിച്ചത് ജൂൾസ് വേൺ. ഒരു കാര്യം കൂടെ, നമ്മൾ 132ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് എന്നായിരുന്നു ചോദിച്ചത്. അത് അലൻ ഷെപ്പേർഡാണ്, 47 വയസ്സാണ്. അതേ സമയത്ത് ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ് ജോൺ ഗ്ലെൻ. അതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചാൾസ് ഡ്യൂക്കാണ്, 36 വയസ്സ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്, 36 വയസ്സ്. അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂഷൻസ് വരാം. അപ്പം അത് ഒന്ന് നന്നായി നോക്കുക. ഓക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിക്ക് ചുറ്റും 80 ദിവസങ്ങൾ എന്ന കൃതി രചിച്ചത് ജൂൾസ് വേൺ ആണ്. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ചാങ്-3. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകം ചാങ്-3. അത് ആളില്ലാതെയാണ് നമ്മളെ ബഹിരാകാശത്ത് എത്തിയത്. ചാങ്-3 പേടകത്തിലുണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിൻ്റെ പേര് യുട്ടു.
അപ്പോൾ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. ഏതെങ്കിലും ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രനിൽ റോബോട്ടിക് വാഹനം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ചൈന? 3ാമത്തെ രാജ്യമാണ് ചൈന. ചാങ് 3 ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലത്തിൻ്റെ പേര് മഴവിൽ പ്രദേശം. മഴവിൽ പ്രദേശം എന്നാണ് ചന്ദ്രനിലെ ചാങ് 3 ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവർക്ക് മഴവിൽ പ്രദേശത്ത് ചാങ് 3 ഇറക്കിയത് ചൈനയാണ്. അപ്പോൾ മഴവിൽ പ്രദേശം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ചൈനയാണ്. അപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് മഴവിൽ പ്രദേശം എവിടെ കണ്ടാലും അത് ചൈനയാണെന്ന് എഴുതിക്കോളുക. അതുപോലെ തന്നെ ചാങ് 3 ചൈനയുടെ പേര് പറയുമ്പോൾ തന്നെ ചാങ് 3 എന്ന് പറയുമ്പോൾ നമുക്കത് ഓർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം. നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ്? 3475 കിലോമീറ്ററാണ് ചന്ദ്രൻ്റെ വ്യാസം എന്ന് പറയുന്നത്. ആകാശത്ത് ധ്രുവനക്ഷത്രം കാണപ്പെടുന്ന ദിക്ക് വടക്ക് ദിക്കാണ്. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഒളിമ്പസ് മോൺസ്. നക്ഷത്രത്തിൻ്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അതിൻ്റെ താപനിലയെ. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകമാണ് ലാഡി. നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേപ്പ് കാനവറൽ. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എവിടെ? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം കാർട്ടോസാറ്റ് 1. ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഉപകരണം മൂൺ ഇംപാക്റ്റ് പ്രോബ് MIP. ബഹിരാകാശത്ത് വെച്ച് മാരത്തൺ ഓട്ടോ മത്സരത്തിൽ പങ്കെടുത്ത വനിതയാണ് സുനിത വില്യംസ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ സെലനോഗ്രഫി. സെലനോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോഹാൻ ഹിമോണിമസ് മ്രോട്ടർ. ജോഹാൻ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതിയാകും. കാരണം ഇത്രയും വലിയൊരു പേര് പെട്ടെന്ന് നമുക്ക് എഴുതുമ്പം എളുപ്പത്തിന് ജോഹാൻ എന്ന് ഓർത്ത് വെക്കുക. എന്നാലും മുഴുവനായിട്ട് പഠിക്കണം. ജോഹാൻ ഹിമോണിമസ് മ്രോട്ടർ, സെലനോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് റേഡിയോ സന്ദേശം വഴിയാണ്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് റേഡിയോ സന്ദേശം വഴിയാണ് എന്നാണ്. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകൾക്ക് പറയുന്ന പേര് മരിയ. ചന്ദ്രനിലെ ഏറ്റവും വലിയ മരിയ ഏത്? മേർ ഇംബ്രയ. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? യുറാനസ്. അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ. എത്ര രാഷ്ട്രത്തലവന്മാർ ഒപ്പിട്ട ഫലകമാണ് ആദ്യ ചാന്ദ്ര യാത്രികർ ചന്ദ്രനിൽ സ്ഥാപിച്ചത്? 158. അപ്പോളോ 11 നിന്ന് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച വാഹനം ഈഗിൾ. എവിടെ നിന്നാണ് ആദ്യ ചന്ദ്രയാത്രികർ യാത്ര ആരംഭിച്ചത്? അമേരിക്കയിലെ കേപ്പ് കെനഡിയിൽ നിന്ന്. അപ്പോളോ സീരീസിലെ അവസാന പേടകം അപ്പോളോ 17. ചന്ദ്രനിൽ പതാക സ്ഥാപിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബേസിനുകൾ. സൗരയൂഥത്തിലെ തന്നെ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗർത്തമായ സൗത്ത് പോൾ ഐറ്റ്കിൻ എവിടെയാണ്? ചന്ദ്രനിൽ.
ചന്ദ്രനിലെ ജലസാന്നിധ്യം നിർണ്ണയിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച ഉപകരണം മൂൺ മിനറോളജി മാപ്പർ. ചൊവ്വയിൽ ജീവനുണ്ടോ എന്നത് സംബന്ധിച്ച് പഠനം നടത്താനായി നാസ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളാണ് വൈക്കിംഗ് 1, വൈക്കിംഗ് 2. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയിലാണ്? നെല്ലൂർ ജില്ലയിൽ. സൂര്യൻ്റെ ഏറ്റവും ബാഹ്യമായ വലയത്തിൻ്റെ പേര് കൊറോണ. സൂര്യൻ്റെ ഏറ്റവും ബാഹ്യമായ വലയത്തിൻ്റെ പേരാണ് കൊറോണ. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭട്ടൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഭാസ്കര 1. അന്തർദേശീയ ബഹിരാകാശ വർഷം ഏതായിരുന്നു? 1992 അന്തർദേശീയ ബഹിരാകാശ വർഷമായിട്ട് പറയുന്നത്. സൂര്യൻ്റെ വാത്സല്യഭാജനം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ ഫംഗ്ഷനെ എന്ത് പറയുന്നു? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നു. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം സരൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എക്കോ. ചൈനയിലെ ബഹിരാകാശ സഞ്ചാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തായ്ക്കോനട്ട്. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ചാന്ദ്രഗ്രഹണം. അതാണ് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇടയ്ക്ക് ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഗ്രഹണത്തെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ വ്യക്തിയാണ് പെഗ്ഗി വിറ്റ്സൺ. നാസയുടെ ബഹിരാകാശ യാത്രികയായിരുന്നു. എത്ര ദിവസമാണ് പെഗ്ഗി വിറ്റ്സൺ ബഹിരാകാശത്ത് കഴിഞ്ഞത്? 665 ദിവസം. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ലൂണ 2. ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം മൂൺ ഇമ്പാക്റ്റ് പ്രോബ് MIP. മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിൻ്റെ പേര് ഷാക്കിൽട്ടൺ ഗർത്തം. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം രോഹിണി 1. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാനായിരുന്നു ഡോക്ടർ G. മാധവൻ നായർ. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22. ചിലപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും ആവർത്തിച്ച് വന്നേക്കാം, അതിൽ ക്ഷമിക്കണം. എന്തായാലും പഠിക്കാനുള്ളതല്ലേ, ഒന്നും കൂടെ ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ബാക്കി നോക്കാം. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ? 68ാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് AB വാജ്പേയി ആണ്. ചന്ദ്രയാന് ആ ഒരു ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് AB വാജ്പേയി ആയിരുന്നു. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ലൂണാർ റോവർ 1971 ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ചൈന. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ആദ്യ പേടകം ചാങ് ഇ. നമ്മൾ നേരത്തെ പറഞ്ഞു ചാങ് 3 പറഞ്ഞു, അപ്പോൾ ഇത് ചാങ് ഇ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്. അവസാനമായി മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1972 ഡിസംബർ 12. യൂജിൻ സെർനാൻ, ഹാരിസൺ സ്മിത്ത്, റൊണാൾഡ് ഇവാൻസ് എന്നിവർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1972 ഡിസംബർ 12. പക്ഷേ നമുക്ക് ഈ ഒരു സമയത്ത് ഇപ്പം ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട്, മനുഷ്യർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇത് മുന്നേയുള്ളൊരു ചോദ്യമായിട്ട് കണക്കാക്കാം. അവസാനമായി മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1972 ഡിസംബർ 12 എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കിയിട്ട് ചെയ്യാം. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെ എത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് ചൈന. ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലുള്ള ഭാരം 10 കിലോഗ്രാം മാത്രമാണ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്ര മനുഷ്യനാണ് ലൂണോ ഗോഡ് 1970. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം 6ാം സ്ഥാനമാണ്.
അതായത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ 6ാം സ്ഥാനത്താണ് ചന്ദ്രൻ. ചന്ദ്രനിൽ ഭൂമി വാങ്ങിയ ബോളിവുഡ് സിനിമാ നടനാണ് സുശാന്ത് സിംഗ് രാജ്പുത്ത്. ഹാലിയുടെ ധൂമകേതു എത്ര വർഷം കൂടുമ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്? 76 വർഷത്തിലൊരിക്കൽ. ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ എത്ര മടങ്ങാണ്? 1/6 മടങ്ങ്. ഇതുവരെ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്ര ചാന്ദ്രദൗത്യങ്ങൾ നടന്നിട്ടുണ്ട്? 6 ചാന്ദ്രദൗത്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിലും കൂടുതൽ ഇതിനെ പറ്റിയുള്ള വീഡിയോസ് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരെ ഓക്കെ ബായ്. ഒരു കാര്യം കൂടെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.